Hello my dear friends, welcome back to my channel. Let's make food simple. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്തേക്കണം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കേസരിയാണ്. റവയില്ലാത്ത ഒരു കേസരി. റവയില്ലാതെ കേസരി ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നമ്മുടെ സ്വന്തം റേഷൻ അരി കൊണ്ട് ഒരു അടിപൊളി കേസരി ആയാലോ? നിങ്ങൾ ഒരു വട്ടം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. റവ പോലും ഇതിൻ്റെ മുമ്പിൽ തോറ്റുപോകും. ഇതൊരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വീട്ടുകാർക്കൊന്ന് കൊടുത്തു നോക്കൂ. അവർക്ക് തീർച്ചയായിട്ടും ഇത് റവ വെച്ചല്ല ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിക്കാനേ പറ്റില്ല. അപ്പോൾ വരൂ, നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് കേസരി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് 1 കപ്പ് അരി വേണം. ഇത് മട്ട അരിയല്ല, സാധാരണ നമുക്ക് റേഷനിൽ നിന്ന് കിട്ടുന്ന ഒരു അരി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഞാൻ തലേ ദിവസം ഇതിൻ്റെ അകത്തുള്ള കല്ല് അങ്ങനത്തെ അഴുക്കൊക്കെ എടുത്ത് മാറ്റി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് തലേ ദിവസം നമ്മൾ ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ നനവൊക്കെ പോയി കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ഇപ്പോൾ എനിക്ക് വൈറ്റ് റൈസ് നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വൈറ്റ് റൈസ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ സാധാരണ റവയൊക്കെ കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞു തരികളായിരിക്കും, പക്ഷേ അത്രയും ചെറിയ തരികൾ വേണ്ട. സാധാരണ നമ്മൾ കേസരിയൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് വലിയ തരികളായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ശരി, നമുക്ക് മിക്സി എടുത്തിട്ടൊന്ന് ഈ റൈസ് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാനിവിടെ വൈറ്റ് റൈസ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ ഈ വൈറ്റ് റൈസ് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും പൊടിച്ചു വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വലിയ വലിയ തരികളുണ്ടാവും. അപ്പോൾ നമുക്ക് കേസരിയൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ അരിപ്പയിലൂടെ അരിച്ച് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് റവ 2 രീതിയിലാണ് മേടിക്കാൻ കിട്ടുന്നത്. ഒന്ന് ചെറിയ തരികളും, രണ്ടാമത്തത് കുറച്ച് വലിയ തരികളത്. സാധാരണ ഹോട്ടൽസിലൊക്കെ കേസരി തയ്യാറാക്കും വലിയ തരികൾ റവയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ റൈസ് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് വലിയ തരിയായിട്ട് ഒന്ന് പൊടിച്ചെടുത്തോളൂ എന്ന്. ഇപ്പോൾ നോക്കിക്കേ, ഞാൻ റൈസൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ് കുറച്ച് വലിയ തരിയായിട്ട് വേണമെന്ന്. ഒരുപാട് പൊടിമാസമൊന്നും ആവണ്ട, നമുക്ക് കുറച്ച് വലിയ തരി തന്നെ വേണം. അപ്പോൾ നമുക്ക് കേസരി തയ്യാറാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ടൊന്ന് വറുത്ത് കോരി മാറ്റാം. ഞാൻ ഈ കേസരീൻ്റെ അകത്ത് ഈ കാഷ്നട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിയും ചേർക്കാം, അല്ലെങ്കിൽ ബദാം ചേർക്കാം. നിങ്ങൾക്ക് എത്ര ഇഷ്ടമെന്ന് വെച്ചാൽ അതിൻ്റെ അളവും കൂട്ടോ കുറയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ കാഷ്നട്ട് ഇടുമ്പോഴാണ് ഇതിന് തികച്ചും നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാൻ ഈ കാഷ്നട്ട്സ് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് അതേ നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടില്ലേ അരി, അത് നമുക്കൊന്ന് ഈ നെയ്യിലിട്ട് നന്നായി വഴറ്റി ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കണം. നല്ല രീതിക്ക് ഒരു 8-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് സാവധാനം വറുത്തെടുക്കണം. അപ്പോൾ ഇവിടേക്കാണ് നമുക്ക് ക്ഷമ വേണ്ടത്. നമ്മൾ സാവധാനം ഈ നെയ്യും ഈ അരിയിലിട്ട് വറുത്ത് നന്നായിട്ട് നല്ല ഗോൾഡൻ കളറിൽ ചുമക്ക വറുത്തെടുക്കണം. അങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഈ അരിൻ്റെ പച്ച മണം മാറുകയും ചെയ്യും. നമുക്ക് റവ കേസരി കഴിക്കുന്ന ആ രീതിയിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മളിട്ടേക്കുന്ന അരിയൊക്കെ ഞാൻ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നമ്മളിത് കൈ എടുക്കാതെ വറുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മെഷറിംഗ് കപ്പ് ഉപയോഗിച്ചിട്ടാണ് അളവൊക്കെ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ വീട്ടിൽ ചായയുടെ ഒക്കെ കപ്പ് ഉണ്ടാവുമല്ലോ, അതെടുത്താലും മതി. നിങ്ങൾ ഏത് കപ്പാണ് എടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാം അളന്നെടുക്കുക. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഏതൊരു സ്വീറ്റ് തയ്യാറാക്കുമ്പോൾ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടത്തേ ഉള്ളൂ. ഇനി നോക്കിക്കോളൂ, ഞാനിവിടെ കളറിന് കുങ്കുമപ്പൂവാണ് എടുത്തേക്കുന്നത്. കുങ്കുമപ്പൂവ് ഞാൻ നേരത്തെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഈ
അരിൻ്റെ കേസരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കുങ്കുമപ്പൂവ് ഇല്ലെങ്കിലും സാരമില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. വലിയ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല. ഇനി ഇതും ഇല്ലെങ്കിൽ കേസരി പൗഡർ ഉണ്ടല്ലോ, കേസരി പൗഡർ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ കേസരി പൗഡർ ഇട്ട് കൊടുക്കാൻ താല്പര്യപ്പെടില്ല. കാരണം കേസരി പൗഡർ നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ ദോഷമാണ്, അതെല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കിയിട്ടൊന്ന് ചേർത്തോളൂ. നിങ്ങൾ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് വരും എന്നൊന്നും പേടിയൊന്നും വേണ്ട, അത് ഒട്ടും ഉണ്ടാവത്തില്ല. പിന്നെ ഈ കളർ നിങ്ങൾ ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കളർ ചേർക്കുമ്പോൾ നാളെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് വരേണ്ടി വരും. അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കുങ്കുമപ്പൂ കുറച്ച് കോസ്റ്റ്ലിയാണ്, കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഒഴിച്ചേക്കുന്ന വെള്ളത്തിൻ്റെ അകത്ത് കിടന്ന് ഈ അരി ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ഇട്ടേക്കുന്ന വെള്ളമെല്ലാം വറ്റി നമ്മുടെ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ ഒരു 3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഈ 3 കപ്പ് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മധുരം ഉണ്ടാവും. ഇത്രയും മധുരം വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ 2.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് ചേർത്താൽ മതി. നമ്മൾ കേസരിക്ക് ഒരിക്കലും പഞ്ചസാര ആദ്യമേ ചേർത്ത് കൊടുക്കരുത്. കാരണം ഈ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേക്കുന്ന ഈ അരി വേഗില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവസാനമായിട്ട് നമ്മൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി പഞ്ചസാരയും കൂടി ഈ കേസരിക്കകത്ത് കിടന്ന് നന്നായി അലിഞ്ഞു വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ഇട്ടേക്കുന്ന പഞ്ചസാര എല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു ഫ്ലേവറിങ് എന്നൊരു പേരിലാണ് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടി നിങ്ങൾക്ക് കുറച്ചും കൂടി അധികം ചേർക്കാം, ഞാൻ പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് എസൻസ് കിട്ടുമല്ലോ, അതൊരു 2-3 തുള്ളികളും ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഒരു 5 ടേബിൾ സ്പൂണേ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടിയും ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകം വരെ ഇതുപോലെ വഴറ്റിയെടുക്കണം. കാണുന്നുണ്ടോ? നെയ്യെല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ ഊർന്നു വരും, കാണുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ കേസരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിലൊരു റവ ഇല്ലെങ്കിൽ എന്താ, റേഷൻ അരി മാത്രം മതി നമുക്കൊരു അടിപൊളി ഒരു ഹോട്ടൽ സ്റ്റൈൽ കേസരി തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. ഇനി എന്തായാലും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടില്ലേ കാഷ്നട്ട്സ്, അത് എന്തായാലും ചേർത്ത് കൊടുത്തിട്ട് ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കാണിക്കാം. സോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ കേസരി ചെറിയൊരു കട്ടോരീസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, ചെറിയ പാത്രം, അതിലിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ റവ കേസരി പോലെയല്ലേ ഇരിക്കുന്നത്. പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ, നമ്മൾ റേഷൻ അരി കൊണ്ടാണ് ഇന്ന് കേസരി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യാൻ വേണം. ഈ വീഡിയോ നിങ്ങൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തിട്ട് ഓളും കൊടുത്തേക്കണം. എന്നാലേ ഞാൻ ഇതുപോലെ ഉണ്ടാക്കുന്ന ഡിഷിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇനി അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.